ഞായറാഴ്ച രാവിലെ തന്നെ നാച്ചൂട്ടനെ എണീറ്റിട്ട് ഗെയിമൊക്കെ ഓണാക്കി ശത്രുക്കളെ ഇങ്ങനെ അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നത്. നിങ്ങളുടെയൊക്കെ ഒച്ചപ്പാടും ബഹളം കാരണം എനിക്ക് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞ് നാച്ചു അത് ഓഫാക്കി. പിന്നെ നമ്മളവിടെ കുറച്ച് ഗെയിം കളിയായി, ആട്ടമായി പാട്ടായി, അവസാനം ഞങ്ങൾക്ക് വിശപ്പായി. അബിക്കുട്ടിയാണെങ്കിൽ ഇത്രയും പേര് ഒരുമിച്ച് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എന്തൊക്കെ കാണിച്ചണമെന്ന് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റാന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ആൾ ഓടി കിടക്കാണ്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാലും ഇട്ടിട്ട് ഉരുളുന്ന നാച്ചൂട്ടൻ. അങ്ങനെ ഇതെല്ലാം കണ്ട് നമുക്ക് വിശപ്പ് കൂടി. അപ്പോഴാണ് മറിയാമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മീനയിൽ അടിപൊളി ഗ്രില്ല് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാം. മറിയാമ്മ ഷോപ്പിനെ പറ്റിയിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെയാണ് കൊടുക്കുന്നത്. പേര് ചോദിച്ചപ്പോൾ ഐസക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ പറഞ്ഞു ഓക്കെ ഐസക്ക് എന്ന് പേരുള്ള ഒരു ഗ്രില്ലിൻ്റെ ഷോപ്പോ എന്തായാലും പോയി നോക്കാമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി പോയി. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറിയാമ്മ പറഞ്ഞ പ്ലേസ്. ഇത് മീനയുടെ അവസാനമായിട്ട് മീന പോട്ടിൻ്റെ അവിടെ ആയിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇത്രമാത്രം ഷോപ്പുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മറിയാമ്മ വേഗം കൈ ചൂണ്ടിക്കാണിച്ചു, ദേ അതാണ് ഞാൻ പറഞ്ഞ ഐസക്കിൻ്റെ ഷോപ്പ്. അങ്ങനെ ഷോപ്പും ഷോപ്പിന്റെ പേരും കണ്ട് നമ്മൾ ഞെട്ടി. എന്തായാലും മറിയാമ്മയെ തിരുത്തി നമ്മൾ വിഷമിപ്പിക്കാൻ നിന്നില്ല. കാർ പാർക്കിംഗ് ഒക്കെ അതിന്റെ അടുത്ത് തന്നെ കിട്ടി. ചൂടായതിന്റെ പേരിൽ പാർക്കിംഗ് അടുത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ പിച്ചാന്ന് പറഞ്ഞു ഷോപ്പിനകത്തേക്ക് വന്നു. അവിടെ ചെന്നപ്പോഴാണ് വലിയൊരു സർപ്രൈസ് നമുക്ക് കിട്ടിയത്. അവിടുത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, മക്കളെ ഇന്ന് കിച്ചണിൽ കുറച്ച് പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇവിടുത്തെ അടുപ്പൊന്നും പുകഞ്ഞിട്ടില്ല, ഇന്ന് നമുക്ക് ഫുഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സലീം കുമാറൊക്കെ പറഞ്ഞവരെ എനിക്ക് അപ്പോഴേ തോന്നി ഇവളുടെ ഈ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പ് തേടിയിട്ട് ഈ ഒരു കൊടൂര വെയിലത്ത് വീണ്ടും നടന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നിലോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പ് കണ്ടു, ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ തല എൻ്റെ ഫിഗർ, ആ ഒരു സെറ്റപ്പാണ്. എൻട്രൻസിൽ തന്നെ ഇതേപോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് ചെന്നു. വിവിധ തരത്തിലുള്ള ബണ്ണുകളെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് അത് കൊടുക്കണ്ടോന്നറിയില്ല. ഉള്ളിലേക്ക് കയറുമ്പോഴും ഫുള്ള് ലോക്കൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ആസനസ്ഥരായി. കഷ്ടപ്പെട്ട് അകത്തേക്ക് വരുന്ന പ്രകാശം കൊണ്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെടികളുടെ ഓക്സിജൻ മുഴുവൻ വലിച്ചെടുത്ത് അതിനെ മാനസികമായി തളർത്തുന്ന നിലോഫർ ഒരു രക്ഷയില്ല. രാഹുൽ ബ്രോ മെനു എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ എക്സാം ആണെന്ന് തോന്നുന്നു. അപ്പോഴാണ് മറിയാമ്മ പറഞ്ഞത്, അയ്യോ നമ്മൾ വീണ്ടാമതും 3G കേട്ടോ, ഇവിടെ നമുക്ക് ഗ്രില്ലൊന്നും കിട്ടത്തില്ല. ഇതൊരു കഫേ സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നിടത്ത് നിന്ന് നേരെ ചാടി എണീറ്റ് പുറത്തോട്ട്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കഫേയാണ്, അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് കഴിക്കാനുള്ള ഒരു മൂഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമായി കഴിക്കണം. അവിടെ നിന്ന് ഇളിഭരായി പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിലും V4 വിക്ടറി കാണിക്കാൻ മറിയാമ്മ മറന്നില്ല. അതിന് പ്രത്യേക പ്രശംസകൾ ഞങ്ങൾ കൊടുത്തിരുന്നു. ഈ ഒരു 45 ഡിഗ്രി ചൂടിൽ ഞങ്ങൾക്ക് ഇനി നടക്കാൻ വയ്യ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഒരു അൽ സുപ്രീം എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടെന്ന് പലരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. ഈ ഒരു ഏരിയ രാത്രിയിൽ നല്ല രസമായിരിക്കും, കാരണം ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിൻ്റെ ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, ഇതേപോലെ കൈറ്റ് കാര്യങ്ങളൊക്കെ ഈവനിങ് ഒക്കെ വന്ന് പട്ടം പറപ്പിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാമായിരിക്കാം ഒരുപാട്. അപ്പോൾ നമ്മൾ നേരെ അൽ സുപ്രീമിലേക്ക് കയറുകയാണ്. അധികം ആംബിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ചെറിയൊരു ഷോപ്പ്, പക്ഷേ നല്ല തിരക്കുണ്ട്. മറിയാമ്മയും കൂട്ടരെയും കണ്ട വഴി തന്നെ തറ സെറ്റപ്പാണെന്ന് പറഞ്ഞിട്ട് അവർ തറയിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് മെനു ഒക്കെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഏറെ നേരത്തെ പഠനങ്ങൾക്കും റിസർച്ചിനും ശേഷം ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സമയം എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് 2 കിലോ സീബാസ്, ഒരു സീ ഫുഡ്, ഒരു ഡൈനാമിക് ഷ്രിംപ്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മളങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം പുറത്ത് ചൂടത്ത് നടന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ടേബിളിനേക്കാളൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതാകുമ്പോൾ നമുക്ക് റിലാക്സ് ഒക്കെ ചെയ്ത് കിടന്നൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ സാലഡ് എത്തി, ഫസ്റ്റ് സെക്ഷൻ. ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ് സാലഡ് തരുന്നത്. ജർജലിൻ്റെ ഇടയിൽ നല്ല പൊമോഗ്രാനൈറ്റിന്റെ സോസ് ഒക്കെ ഒഴിച്ച് നല്ല കിടിലൻ ടേസ്റ്റിൽ അടിപൊളി സംഭവം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചെടികളെ വളർത്തേണ്ട കാര്യങ്ങളും ചെടികളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളും മാത്രം സംസാരിക്കുന്ന ഒരാൾ അതിനെ ഇങ്ങനെ തിന്ന് തീർക്കണ കാണുന്ന അത്ഭുതത്തോടു കൂടി ഞാനിങ്ങനെ നോക്കി നിന്ന് കുറച്ചു നേരം. ഇനിയും നോക്കി നിന്ന് എനിക്കൊന്നും കഴിക്കാനുണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഞാൻ ഞെട്ടലോടെ മനസ്സിലാക്കി നേരെ 2 പീസ് ഞാനും എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റം എത്തി, സീബാസ് ഗ്രില്ല്. സത്യം പറഞ്ഞാൽ ഇത്ര നമ്മൾ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്. അത്രയ്ക്ക് നല്ല മസാലയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനം. എല്ലാവരും സ്പൂണൊക്കെ ഇട്ട് കുത്തി വലിക്കുമ്പോൾ ഞാൻ നേരെ ഗ്ലൗസ് ഇട്ട് എൻ്റെ പണി തുടങ്ങി. കാരണം കൈ കൊണ്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. സാധാരണ നമ്മൾ ഒരു ഗ്രില്ലിൻ്റെ ഷോപ്പിൽ നിന്ന് കഴിക്കുമ്പോൾ അറബിക് മസാലയാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ ഇതിൽ നമ്മളെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല അടിപൊളി അത്യാവശ്യം എരിവിലും പുളിയിലൊക്കെയാണ് അവർ ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെ സീബാസിൻ്റെ ടേസ്റ്റിൽ നമ്മൾ മതി മറന്ന് നിൽക്കുമ്പോൾ നമ്മുടെ സീ ഫുഡ് പ്ലേറ്റർ എത്തി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡൈനാമിക് ഷ്രിംപും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിൽ. കാരണം ഇവരിത് 2 പേർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ട് തരുന്നത്, പക്ഷെ നമ്മൾ 6 പേര് നല്ല ലാവിഷായിട്ട് കഴിച്ചു. ഇതേപോലെ നല്ല മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സ്ക്വിഡ്, ചെമ്മീൻ, അതേപോലെ ഗ്രില്ല്. സാധാരണ നമുക്ക് ചെമ്മീൻ്റെ ഗ്രില്ലിലൊക്കെ ഒരുമാതിരി കരിഞ്ഞ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ നല്ല ഫ്രഷ്നെസ്സും നല്ല അടിപൊളിയും. അതേപോലെ ഒരു സാൽമൻ്റെ പീസ്, ഇത് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. വീഡിയോ എടുത്ത് തിരിഞ്ഞു വന്നപ്പോഴേക്കും അത് എവിടെയോ പോയി. അതുപോലെ തന്നെ ഇതിലൊരു സീബ്രീം ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ ഈ സംഭവമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പറഞ്ഞുകൊണ്ട് ഒരു എതിരഭിപ്രായം ഇല്ല. ഡൈനാമിക് ഷ്രിമ്പിൽ നല്ല സോസൊക്കെ അടിച്ച് കയറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കണം, അന്യായ ടേസ്റ്റും. ബാഹുബലിയിലൊക്കെ പറയുന്ന ഒരു ആക്രമൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത സംഭവം പെട്ടെന്ന് തന്നെ തീർത്തു. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഈ ഒരു റൈസ്. കാരണം ഇതിന് ഞങ്ങൾ 3-4 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. രാഹുൽ ബ്രോ ഒക്കെ ഒരു സൈഡിലേക്ക് വീണു കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. നേരെ നമ്മളൊരു 2 കിലോ സീബാസ് പിന്നെയും ഓർഡർ ചെയ്തു. കാരണം അതൊരു അന്യായ ടേസ്റ്റ് സംഭവം തന്നെയാണ്. അങ്ങനെ ആവേശം കയറി മറിയാമ നേരെ ഒരു ഡൈനാമിക് ഷ്രിമ്പ് ഓർഡർ ചെയ്തു. പിന്നെ പെപ്സി വന്നു, 7up വന്നു, സ്പ്രൈറ്റ് വന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് അടിച്ചിട്ട് ഉറക്കം വരുന്നു. ആകെ കൂടി മൊത്തത്തിൽ വയറ് നിറഞ്ഞിട്ട് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഒരാളവിടെ അനന്തശയനത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷ്രിമ്പുമായി മൽപ്പിടുത്തത്തിലാണ്. അവസാനം ബില്ലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും കഴിച്ചിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 480 dirhams ആണ്. നല്ല ടേസ്റ്റി, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് എല്ലാം കഴിച്ചൊരു സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നടന്നു. ഓരോരുത്തർക്ക് നടക്കാൻ വയ്യ. അങ്ങനെ മറിയാമ്മ പറഞ്ഞ ഐസക്കിൻ്റെ കടയിലേക്ക് ഒരു ദിവസം പോകണം എന്നുള്ള ഒരു തീരുമാനവുമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ഒന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിലും നല്ലത് വേറെ എവിടെയോ ഉണ്ട്. അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അടി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.